വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ് വിത്ത് ഹെയ്സ്ക്രാഫ്റ്റ് സെർവറിൽ. കുറേ യൂട്യൂബേഴ്സിന് ഇതിൽ കാണാൻ പറ്റും. അവരുടെയൊക്കെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് മെൻഷൻ ചെയ്തിടാവുന്നതാണ്. പിന്നീട് ഈ സെർവറിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ അതിനകത്ത് കളിക്കുന്നുണ്ട്. അവൻ്റെ ചാനലാണ് നോട്ട് ഫാൽക്കൺ. ഏറ്റവും ടോപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ അവൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെയാണ് ഇതിനകത്തുള്ളത്. സോ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഇതും കൂടിയാണ്. പിന്നെ ഇത് ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. പല സ്ഥലത്ത് നിങ്ങൾക്ക് ടൈം ലാപ്സ് കാണും. പിന്നെ ഇത് ഭയങ്കര ഒരു പ്രൊഫഷണൽ യൂട്യൂബറെ പോലെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബി ക്ലിയർ, ഞാൻ കൂടുതലും ക്യാമറേൻ്റെ മുമ്പിൽ സംസാരിക്കുന്ന ആൾ. ഭയങ്കര ഇൻട്രസ്റ്റാണ് നാട്ടുകാരെ മുമ്പിൽ സംസാരിക്കുന്നതിൽ. ഞാൻ പല ആൾക്കാരുടെയും നേരെ വിപരീതമാണ്. സോ ബൈ ദ വേ, ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്, മൈ നെയിം ഈസ് അർജുൻ ആൻഡ് എൻ്റെ ചാനലിൻ്റെ പേര് ബ്ലഡ് ടൈഗർ. ഭയങ്കര വിയേർഡ് ടൈപ്പ് ഓഫ് നെയിമിംഗ് ആണ്. സോ നിങ്ങൾക്കിപ്പം ഒരു ടൈം ലാപ്സ് എങ്ങനെയെങ്കിലും കിട്ടും. ഇപ്പം ഞാൻ ഇപ്പോൾ നേരെ അനിയൻ്റെ ബേസിലേക്ക് പോകുന്നത്. സോ സീ ദ ടൈം ലാപ്സ്. കറൻ്റ്ലി ഞാൻ വോയിസ് ഓവറിങ് ആണ്. അതിപ്പം ഇങ്ങനെ എല്ലാം ഇടയ്ക്കിടയ്ക്കെന്നുള്ള സൗണ്ടിങ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഒന്നാമത് ഇത് മൈൻക്രാഫ്റ്റ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് മുകളിൽ റെക്കോർഡ് ചെയ്യാണ്. അതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഡിസ്കോഡ് ചാറ്റും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. സോ കുറേ ലാഗായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കാര്യം മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഗായ്സ്, ഇപ്പം നിങ്ങൾ കാണുന്നത് പൂക്കിയുടെ ബേസാണ്. ഇതിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ ബേസ് ഇങ്ങനെ അനിയൻ്റെ ആണോ എന്ന് വെച്ചാൽ തപ്പി കയറിയതാണ്. അറിയാതെ ഇങ്ങനെ നിന്ന സമയത്ത് ഒരാൾ നേരെ ഒരു എയറോ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത്. അറിയത്തില്ല ഞാൻ ഇവിടെ ബേസിൽ വന്ന കാര്യം. സോ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുമാരുടെ നിന്ന് അടി വാങ്ങുന്നത് കാണാൻ പറ്റും. കാരണം എനിക്കങ്ങനെ സെർവറിൽ കളിച്ചിട്ടുള്ള ശീലമില്ല. സോ ഓരോരുത്തർക്ക് ചാവുന്നതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലാഗുള്ളതാണ്. രണ്ടാമത് എനിക്കങ്ങനെ സെർവർ കളിച്ചിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും. സോ ടൈം ലാപ്സ് കണ്ടിട്ട് ഭയങ്കര ഗ്രാൻഡായവരുണ്ടെങ്കിൽ ഈ സീനിലേക്ക് കട്ട് ചെയ്ത് തരുന്നൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ അതിന് വേണമെങ്കിൽ ടൈം ലാപ്സ് ഓപ്ഷൻസ് തന്നോളാം. ഇപ്പം ഒരു ബേസ് ബിൽഡ് ചെയ്യാനാണ് പ്ലാൻ. സോ സെർവറിൽ ഒരു റൂൾ ഉണ്ട്. അതായത് ഒരു വീഡിയോ ഇട്ടിട്ട് അതുപോലെ ഒരു സ്റ്റാർട്ടർ ബേസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെതറിൽ കയറാൻ പറ്റും. ആൻഡ് കഴിഞ്ഞ ടൈം ലാപ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്പോൺ ഇവിടുന്ന് എത്ര ദൂരമാണെന്നുള്ളത്. സോ ഇങ്ങനെ നടന്ന് പോലോ അല്ലെങ്കിൽ ബോട്ട് എടുത്ത് പോലോ എന്ന് പറയുന്നത് കുറച്ച് നടക്കത്തില്ല. ആൻഡ് എല്ലായിട്ടും എന്തായാലും ഇല്ല. കാരണം എൻ്റെ കാരണം ആദ്യം നെതർ എന്തായാലും കാണണം. സോ നെതർ പോർട്ടലാണ് ഇപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് സൈഡിലെ ക്ലിപ്പെല്ലാം സ്പോൺ ക്ലിപ്പെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നെതർ പോർട്ടിൽ എല്ലാവരും വെച്ചിട്ടുണ്ട്. സോ നമ്മളെന്തായാലും ഇതേപോലെ കുറേ പോർട്ടിലൊക്കെ വെച്ച് കയറട്ടെ. സോ ഇപ്പോൾ ബേസ് കണ്ടുപിടിക്കാനുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനിലാണ് നടക്കുന്നത്. സോ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിട്ടിടാം. സോ വെയിറ്റ് ആൻഡ് സീ. സോ എൻ്റെ ബ്രദർ ബേസ് ഒക്കെ പിടിച്ച് പോയതാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏകദേശം ലൊക്കേഷൻ അടുത്തായതുകൊണ്ട് തമ്മിൽ കാണാമെന്ന് വിചാരിച്ചു. ഗെയിമിൽ നോർമലി നമ്മൾ തമ്മിൽ കാണാത്തതാണ്. നോർമലി ഒരു കമ്പ്യൂട്ടർ ബേസിലാണ് രണ്ടാളും കളിക്കാറ്. സോ ഇതാണ് അവൻ്റെ ബേസ്.
അപ്പോൾ ഇതേപോലൊരു വലിയ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. ചെറിയൊരു ബേസ് ഉണ്ടാക്കി അതിന് അടുത്താകുമ്പോൾ നമ്മളൊരു വലിയ ബേസ് ബിൽഡ് ചെയ്യുന്നതാണ് പ്ലാൻ. ആൻഡ് ടു ബി ജസ്റ്റ് ഡെഡ്, നമ്മളെ ഈ സെർവർ എന്ന് പറയുന്നത് അത്ര വലിയ സെർവറൊന്നുമല്ല. സോ വലിയ വലിയ ഫാംസും ഇതൊന്നും നമ്മൾ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഞാൻ കളിക്കുന്നത് പൂജ ലോഞ്ചറിലാണ്. അതുപോലെ 2-3 പേരും കൂടി ഇതേപോലെ പൂജ ലോഞ്ചറിൽ കളിക്കുന്നത്. സോ അവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്രത്യേകിച്ച് വലിയ ഫാംസ് ഒന്നും ഇവിടെ ബിൽഡ് ചെയ്യാനും കൂടിയില്ല. ആൻഡ് പറയാനുള്ളത്, ഇതിനകത്തിൽ പല സാധനങ്ങളും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര അടിപൊളിയായി തോന്നിച്ചില്ല. കാരണം ഭയങ്കര ബോറിങ് ടൈൽ ഗെയിം പ്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ അങ്ങനെ കളിക്കാത്ത പ്ലെയറാണ്. സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ബേസിൻ്റെ ലൊക്കേഷൻ തപ്പിയെടുത്തിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ വരാം. സോ ഗൈസ്, നമ്മളെ സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു എന്താ പറയുക, നമ്മൾ വൈബ് വരുന്നില്ല. സോ നമ്മളെന്തായാലും ലൊക്കേഷൻ മാറുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഒന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൽ കുറച്ചും കൂടി ഇതേപോലെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ആഴ്ചയിൽ ഒരിക്കലേ വീഡിയോ വരത്തുള്ളൂ. എന്നാലും നിങ്ങൾക്കിനി ഞാൻ പറഞ്ഞ ഈ 3 ഗെയിംസ്, മൈൻക്രാഫ്റ്റ്, ക്ലാഷ് ഓഫ് ക്ലാൻസ് ആൻഡ് കോൾ ഓഫ് ഡ്യൂട്ടി, അല്ലാതെ ഒരു ഗെയിം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. And that's it. സോ കുറേ കട്ടും ടൈം ലാപ്സും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കാണുന്നു. സോ നമ്മളിവിടെയാണ് ബേസ് ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വോയിസ് ഓവർ കിട്ടത്തുള്ളൂ. അതിനുശേഷം ഞാൻ കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ വോയിസും കൂടി ഉണ്ടാവും. പിന്നെ എൻ്റെ ബ്രദറും ഞാനും കൂടാതെ ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സും കൂടി ചേർന്നിട്ട് ഇടയ്ക്കിടയ്ക്കെന്നുള്ള ഓരോരോ ബിൽഡ്സും നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂടാതെ നമ്മളെ 1.21.4 അപ്ഡേറ്റാണ് ഇപ്പോൾ ഉള്ളത്. സോ അതിൽ കിടക്കുന്ന പല ഓപ്ഷൻസും പല ഫീച്ചേഴ്സും നമ്മൾ ഈ വേൾഡിൽ ഉപയോഗിക്കുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളത് നമ്മളെ ക്രാഫ്റ്റർ എന്നുള്ള ബ്ലോക്കാണ്. മൈൻക്രാഫ്റ്റ് കളിച്ച ആൾക്കാർക്കറിയാം അതെന്താണെന്നുള്ളത്. സോ യു കോൺ ബി ബിൽഡിങ് എ ബേസ്. സോ ഞാനിപ്പോൾ ബേസിലെ ഫുൾ ഐറ്റംസ് ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതൊരിക്കലും കുറവാകത്തില്ല. ഓൾമോസ്റ്റ് ഒരു സ്റ്റാക്കോളം ഞാൻ ലോഗ് എടുക്കുന്നുണ്ട് ഇപ്പം. സോ ഇതൊരിക്കലും കുറവാകത്തില്ല എന്ന് വിചാരിക്കരുത്. നല്ലോണം കുറഞ്ഞു. 2-3 തവണ എനിക്ക് ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് മൈൻഡ് ചെയ്യേണ്ടി വന്നു. ഈവൻ 2 സ്റ്റാക്കോ 3 സ്റ്റാക്കോളായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത്. സോ അത് ഇച്ചിരി അങ്ങ് ഇതായിപ്പോയി. ഈ ടൈം ലാപ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും സ്പീഡിൽ പോയിട്ടും പ്രത്യേകിച്ചിട്ട് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ അടുത്ത് നമുക്ക് ബിൽഡിലോട്ട് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മളെ ബേസ് ഇങ്ങനെ എടുക്കണം എന്നുള്ളതാണ് പ്ലാൻ. സോ മോസ്റ്റ്ലി നിങ്ങൾക്ക് പറയാം, നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതലും ബേസിൽ നിന്ന് വരെ ഇങ്ങോട്ടേക്കും വരെ വന്നത് നമ്മൾ സീ റൂട്ട് വഴി. സോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് എന്താ പറയുക, ഒരു സീ സൈഡ് അല്ലെങ്കിൽ നമ്മളൊരു ബീച്ച് സൈഡ് പോലത്തെ ഒരു ബേസ് നമുക്കാണല്ലോ. ബീച്ച് സൈഡ് ക്യാബിൻ, ഈ ബോട്ടിനൊക്കെ ഓപ്ഷൻ വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ, ഒരു ബേസ്. നമ്മൾ അങ്ങനത്തെ ഒരു ബേസാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമുക്ക് ഇരുന്ന് നമ്മൾ എന്താ പറയുക, ഒരു ഫ്രണ്ട് ലോങ് പോർഷൻ ഉണ്ടാകും, ഫാമൊക്കെ വെച്ചിട്ട്, കൂടാതെ ഒരു 3 ഫ്ലോറൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബേസ് നമ്മൾ ബിൽഡ് ചെയ്യും.
ഇന്ന് നമ്മൾ ആകെ ബിൽഡ് ചെയ്യുന്നത് സ്റ്റാർട്ടർ ബേസ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോർ ഇട്ടിട്ട് നമ്മളൊരു ബോട്ടും വെക്കും, അതേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കുറേ സമയം കഴിയുന്തോറും റെഡിയാക്കും. അതിനുശേഷം ഒരു സ്റ്റോറേജ് വെയർ ഹൗസ്, അങ്ങനത്തെ പല പല സാധനങ്ങളുണ്ട്. പക്ഷേ വലിയ ഐഡിയ ഒന്നും ഉണ്ടാകത്തില്ല, കാരണം അത്രേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ ബാക്കിയും കൂടെ വുഡ് കളക്ട് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ദ ടൈം ലാപ്സ് അഗൈൻ. സോ ഇപ്പം നമ്മൾ ബേസ് ബിൽഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ നിങ്ങൾക്ക് ഇനി വീഡിയോയിൽ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുറച്ച് എന്താ പറയുക, റീപ്ലേ മോഡ് വെച്ച് ടൈം ലാപ്സാണ് ചെയ്യുന്നത്. അവിടെ ഒരു ഡയമണ്ട് ആർമായിട്ട് കാണുന്ന ആളെ കാണാം, ദാറ്റ്സ് മൈ ബ്രദർ. സോ എൻജോയ് ദ ടൈം ലാപ്സ് ഓഫ് ദി റീപ്ലേ മോഡ്. നിങ്ങൾക്ക് ഇതേപോലെ വല്ല പീസസും കണ്ടിട്ട് ഇല്ല എങ്കിൽ എന്ന് പറയാം. ഞാൻ ഇതൊരു ചെറിയ ആംഗിൾ തിരിക്കാനാണ് വിചാരിച്ചത്, ബട്ട് ആ ഒരു ഐഡിയ കിട്ടിയില്ല. പെട്ടെന്ന് ബേസ് ബിൽഡ് ചെയ്യേണ്ട മോഡൽ. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഇതിന് നല്ല ചേഞ്ച് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നതാണ്. ചിലപ്പോൾ ഓഫ് ക്യാമറ ആയിരിക്കും, ചാൻസ് കുറവാണ് ഞാൻ ക്യാമറയിൽ ചെയ്യാനുള്ളത്, കാരണം നേരം ഒരുപാട് വലിയ വീഡിയോ ആവും. സോ ടൈം ലാപ്സ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നല്ല വീഡിയോ ആണ്. ഏകദേശം 60 മിനിറ്റോളാണ് എനിക്ക് ഇപ്പോൾ ഒരു വീഡിയോ വന്നത്. സോ നിങ്ങൾക്ക് കുറേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത തവണ ചെയ്യുമ്പം ഇങ്ങനെ പ്രത്യേകിച്ച് ബിൽഡിംഗ് ഒക്കെ നമ്മൾ മോസ്റ്റ്ലി ടൈം ലാപ്സ് ആയിരിക്കും ചെയ്യുക. ഇങ്ങനെ എക്സ്പ്ലോറിങ്ങും വേണമെങ്കിൽ ഞാൻ ടൈം ലാപ്സ് നമ്മൾ കട്ട് തന്നെ ചെയ്ത് ഇതാക്കും. എന്നാലും കൂടുതൽ നമ്മളടുത്തത് കുറച്ച് യൂട്യൂബേഴ്സിനൊക്കെ മുമ്പിൽ, പ്ലേയേഴ്സിനൊക്കെ മുമ്പിൽ എന്തായിട്ട് ആയിരിക്കും നമ്മളടുത്ത വീഡിയോ വരാം. സോ ബി ഷുവർ and let's try to get the video to the end. So guys, നമ്മളെ വീഡിയോ ഇപ്പോൾ എന്തായാലും എൻഡ് ആയിട്ടുണ്ട്. സോ എല്ലാവരോടൊപ്പം ഗുഡ് ബൈ പറയുന്നു. ആൻഡ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ലെറ്റ്സ് എൻഡ് ദ വീഡിയോ ഹിയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലെറ്റ്സ് സേ ഗുഡ് ബൈ.